തൃശൂർ ജില്ലയിൽ മാള കൃഷിഭവന് കീഴിലുള്ള അഷ്ടമിച്ചിറ വടമ ഗ്രാമത്തിലെ ശ്രീ ജോസഫ് പള്ളൻ്റെ റിലേ കൃഷിയെക്കുറിച്ചറിയുവാൻ ദൂരദർശൻ്റെ കൃഷിദർശൻ ടീം യാത്രയായി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അദ്ദേഹം കൃഷിപാഠം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തൃശൂർ ജില്ലയിലെ വടമ ഗ്രാമത്തിലുള്ള ജോസഫ് പള്ളന്റെ കൃഷിയിടത്തേക്കാണ് നമ്മുടെ ക്യാമറ പോകുന്നത്. കൃഷിദർശന്റെ ഇന്നത്തെ ഈ പരിപാടിയിൽ റിലേ കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജോസഫ് പള്ളൻ എന്ന കൃഷിക്കാരനുമായി നേരിട്ട് ചോദിച്ചറിയാം. കേരളത്തിൽ ഈ റിലേ കൃഷി എന്ന് പറഞ്ഞ പുതിയൊരു ആശയത്തിന് തറക്കല്ലിട്ടുകൊണ്ടാണ് ജോസഫ് പള്ളൻ കൃഷിയുടെ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിന് ഹരിതമിത്ര അവാർഡ് തന്നെ അങ്ങേ തേടിയെത്തിയല്ലോ. അപ്പോൾ എന്താണ് ഈ റിലേ കൃഷി? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരും. റിലേ കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ദിനം പ്രതി കൃഷിയിടം കുറഞ്ഞു വരികയാണ്. അതേപോലെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാനായിട്ട് തൊഴിലാളികൾ കിട്ടാനില്ല. ഈ കാർഷിക മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും പ്രതിസന്ധികൾ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് പ്രശ്നം തന്നെയാണ്. അതുപോലെ മണ്ണിൽ രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞതുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര വിളവ് കിട്ടാതെ വരികയും കർഷകന് മെച്ചമില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ കർഷകർ കൃഷിയിടം വിട്ടു പോകണം, കൃഷി ചെയ്യാതെ പോകണം. അപ്പോൾ ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതായത് കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാം, തൊഴിലാളി ക്ഷാമം കുറച്ച് എങ്ങനെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തി ആദായം കൂട്ടാമെന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഒരു റിലേ കൃഷി ആവിഷ്കരിച്ചത്. റിലേ കൃഷി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു സ്ഥലത്ത് 1 മുതൽ 6 വിളകൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് 5 വിളകളുടെ വിളവെടുപ്പ് എടുക്കുന്നതിനാണ് റിലേ കൃഷി എന്ന് പറയുന്നത്. ഈ റിലേ കൃഷിക്ക് വേണ്ടി തന്നെ ഞാൻ ഒരു കാർഷിക കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കലണ്ടർ ഉണ്ടാക്കിയ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ചില അടുക്കും ചുറ്റൊക്കെ വേണം സമയങ്ങൾ. അതിനുവേണ്ടി ഒരു കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാർഷിക കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാർഷിക കലണ്ടർ ആരംഭിക്കുന്നത് നവംബർ മാസത്തിലാണ്. അപ്പോൾ നവംബർ മാസത്തിൽ എന്തുകൊണ്ട് ഈ നവംബർ മാസം സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ മഴ കുറഞ്ഞു വരികയും മണ്ണ് ഡൈ ആവും. അപ്പോൾ മണ്ണിന് നമ്മൾക്ക് റൊട്ടവേറ്റർ ഉപയോഗിച്ച് പൊടിക്കാൻ പറ്റുന്നു. ഈ റൊട്ടവേറ്റർ എല്ലാം ഉപയോഗിച്ച് മണ്ണ് പൊടിക്കുന്നതിന് മുമ്പായി നമ്മുടെ കർഷകർ ആരും തന്നെ ചെയ്യാത്ത ഒരു കാര്യമാണ് മണ്ണിന്റെ പരിശോധന നടത്തുന്നില്ല. കൃഷിഭവൻ പലപ്പോഴും കൃഷിഭവനൊക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് തന്നെ കർഷകർ എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും കുറെ മണ്ണ് വാരി ഒരു കടത്ത് കഴിക്കുന്ന പോലെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ മണ്ണ് പരിശോധിക്കുകയാണെങ്കിൽ മണ്ണിൽ എന്തെല്ലാം മൂലങ്ങളുടെ പോരായുണ്ട്, NPK എത്ര പോരായുണ്ട്, അതെല്ലാം അതനുസരിച്ച് നമ്മൾ വളം ചെയ്താൽ മതി. അപ്പോൾ ഞാനടക്കം ചെയ്യാതിരുന്നൊരു കാര്യമാണ് മണ്ണ് പരിശോധന ചെയ്യാറില്ല. ഇന്ന് ഞങ്ങൾ മണ്ണ് പരിശോധിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം മണ്ണ് പരിശോധിച്ചതിന് ശേഷം മണ്ണിൽ എന്തെല്ലാം പോരായ്മയുടെ അടിസ്ഥാനത്തിൽ വളം ചേർത്ത് നമ്മൾ റൊട്ടവേറ്റർ ഉപയോഗിച്ച് മണ്ണ് പൊടിച്ച് ബെഡ് ഉണ്ടാക്കുന്നു.
നേരിട്ട് വളം പ്രയോഗിക്കുന്നതിന് മുന്നേ അത് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം ആവശ്യമായത് മാത്രം അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷിയാണ്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷിയിൽ വേനൽക്കാലം വരെ കൃഷിയുടെ ഒരു കാലാവധിയാണോ? ഒരു വർഷം. യെസ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷിയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ വേനൽ വരും, വർഷം വരും, വെള്ളപ്പൊക്കം വരും. അപ്പോൾ അതിനെല്ലാം മുൻകൂട്ടി മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ബെഡുകൾ ഹൈറ്റ് കൊടുക്കണം. അങ്ങനെ ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം ബെഡിൻ്റെ മുകളിൽ ട്രൈക്കോഡർമ, പെരിപ്പിച്ച ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്രക്കുമിളാണ്. അതിനെ ചാണകത്തിൽ പെരിപ്പിച്ച് ഈ ബെഡിൻ്റെ മുകളിലിടാം. മുകളിലിട്ടതിന് ശേഷം ഇവിടെ പയ്യൻ്റെ തോട്ടത്തിൽ നടക്കുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്. അത് കൃത്യത കൃഷി. കൃത്യമായി ചെടിക്ക് ആവശ്യമായ വെള്ളവും വളവും ചെടിയുടെ കടക്കിൽ എത്തിക്കുന്നതിനാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. ആ കൃത്യത കൃഷി വിത്ത് മൾച്ചിങ്, ഇത് പുതയിടുള്ള കൃഷിയാണ്. അപ്പോൾ നമ്മൾ ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം പെരിപ്പിച്ച ട്രൈക്കോഡർമയും എത്തിച്ചു കൊടുക്കും. അവർ ട്രൈക്കോഡർമ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ തുള്ളി നനയ്ക്കുള്ളതായ പൈപ്പ് ഇടുന്നു. പൈപ്പിന് മുകളിൽ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് രണ്ട് സൈഡിൽ മണ്ണ് പിടിപ്പിച്ച് പൊട്ടുവെള്ളരിയിൽ നിന്നാണ് ഒരു അതെ പൊട്ടുവെള്ളരി. എന്തുകൊണ്ട് പൊട്ടുവെള്ളരി ആദ്യം സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ എപ്പോൾ എങ്ങനെ കാണണം, അതായത് വിപണിയിൽ ജനങ്ങൾക്ക് എന്താവശ്യം, ഏത് സമയത്ത് എന്തിന് വില കിട്ടും എല്ലാം കണ്ടുകൊണ്ട്. അതായത് നവംബർ മാസത്തിൽ ചെയ്യുന്നതായ പൊട്ടുവെള്ളരി കൃഷി ഡിസംബറിൽ വിളവെടുക്കാം, ഡിസംബർ ജനുവരി മാസത്തിൽ. അപ്പോൾ ചൂടുകാലമായി 75 ദിവസം കൊണ്ട് വിളവ് അവസാനിക്കും. അതായത് നവംബർ മാസം ആദ്യത്തിൽ നടന്നതായ പൊട്ടുവെള്ളരി നവംബർ കഴിഞ്ഞ് ജനുവരി 15 വരെയും അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടുവെള്ളരി നട്ട് നവംബർ മാസം 1-ാം തീയതി പായതായ സീഡ്ലിങ്സ് പൊട്ടുവെള്ളരിയുടെ നമ്മൾ നവംബർ 15-ാം തീയതി കൂടി നട്ട് കഴിഞ്ഞാൽ ഉടനെ 2 ചെടികളുടെ നടുവിൽ ഒരു ഹോൾ സ്പെയർ ഉണ്ടാക്കിയിട്ടാണ്. ഈ സ്പെയർ ഉണ്ടാക്കിയിടുന്നത് 2-ാം വിള കൃഷി ചെയ്യാനാണ്. അപ്പോൾ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വെള്ളരി പടരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പയർ ഞങ്ങളിവിടെ ചെയ്യുന്നത് സീഡ്ലിങ്സ് ഉണ്ടാക്കിയാണ്. അതായത് തൈ മുളപ്പിച്ചാണ് ഈ കുഴിയിൽ ഇടുന്നത്. അപ്പോൾ 2 വെള്ളരിയുടെ നടുവിൽ ഒരു കുഴി ആക്കി ആ കുഴിയിൽ ഈ പയറിൻ്റെ ചെടി നടന്നു. അപ്പോൾ പയറിൻ്റെ ചെടി നടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം. വെള്ളരിയെല്ലാം പടർന്ന് പന്തലിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്നും ക്ഷതമേൽക്കാത്ത രീതിയിൽ വേണം പയർ നടാൻ. ജനുവരി 15-ാം തീയതി ആകുമ്പോഴേക്കും വെള്ളരി അവസാനിച്ചു. വെള്ളരി അവസാനിച്ചാൽ ഉടനെ നല്ല മാർക്കറ്റും അത് ജനങ്ങൾക്ക് ആവശ്യം ഒരുപാടുണ്ട് അതിൻ്റെ. അപ്പം നമുക്ക് നല്ല വിലയും കിട്ടും. പൊട്ടുവെള്ളരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിലേ കൃഷിയിൽ അടുത്തതായിട്ട് കൊണ്ടുവരുന്നത് പൊട്ടുവെള്ളരി കഴിഞ്ഞാൽ ഡിസംബർ മാസം ആദ്യത്തിൽ തയ്യാറാക്കിയ പയറിൻ്റെ ചെടികൾ ഡിസംബർ 15-ാം തീയതി നടന്നു. ജനുവരി 15-ാം തീയതി വെള്ളരി അവസാനിച്ചാൽ വെള്ളരിയുടെ കട കട്ട് ചെയ്ത് അതിനെ നമ്മൾ ഡീകമ്പോസ്റ്റ് ചെയ്യുന്നു. ഡീകമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയർ തനിച്ചായില്ലേ. ഈ പയറിൻ്റെ വിളവെടുപ്പ് മാർച്ച് മാസം 20-ാം തീയതി വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ഈ പയർ കിട്ടുന്നതും ക്രിസ്ത്യാനികൾ നോയമ്പ് ആരംഭിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ആ സമയത്തും നല്ല വില കിട്ടും. ഈ മാർച്ച് മാസം 20-ാം തീയതി പയർ അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ അടുത്ത കൃഷി പറ്റി പ്ലാൻ ചെയ്യണം. അപ്പോൾ അടുത്ത കൃഷി എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ മഴ ആരംഭിക്കും. അപ്പോൾ പടരുന്ന കൃഷികൾ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴ പെയ്താൽ തോടുകളിൽ വെള്ളം വരും, കുഴികളിൽ വെള്ളം വരും. അപ്പോൾ പടരുന്ന കൃഷികളായാൽ തണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്ന കൃഷികളെ പറ്റുള്ളൂ. നിൽക്കുന്ന കൃഷികൾ വരുന്നതിന് വേണ്ട. അപ്പോൾ നമ്മൾ മാർച്ച് മാസം ആദ്യത്തിൽ പാകിയ വെണ്ട തൈകൾ പയർ അവസാനിക്കുമ്പോൾ മാർച്ച് 20-ാം തീയതി വെള്ളരിയുടെ കുഴികളിൽ പുതിയൊരു കമ്പ് ഉപയോഗിച്ച് അതിനെ ഫ്രഷ് ആക്കുന്നു. അതിൽ നമ്മൾ വെണ്ട നടുന്നത്, തൈകൾ നടുന്നത്. വെണ്ടയ്ക്കുള്ളൊരു പ്രത്യേകത, വെണ്ട നട്ടാൽ 45 മുതൽ 50 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് ആരംഭിക്കാം. വെണ്ടയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ വെണ്ടയുടെ തെക്ക് കിഴക്ക് വശത്തായിട്ട് ഒരു ഹോളുണ്ടാക്കി അതിൽ 2-3 മണി പയർ. ഇതിക്ക് മുമ്പൊക്കെ നമ്മൾ സീഡ്ലിങ്സ് വെച്ചത്, ഇവിടെ ഡയറക്റ്റ് സീഡ് നടന്നത്. ഈ വെണ്ടയുടെ തെക്ക് കിഴക്ക് വശത്തായിട്ട് എന്തുകൊണ്ട് കുഴിയുണ്ടായി? ഒരു വെണ്ടയിൽ നിന്ന് നമ്മൾക്ക് 90 ദിവസം വരേക്കും കൊണ്ടുപോകാൻ പറ്റും. അല്ലല്ല, അവസാനിക്കുന്നതിന് മുമ്പായിട്ടില്ല. നമ്മൾ എന്ന് വെണ്ടക്കായ പൊട്ടിച്ചോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 1, 2, 3 ദിവസങ്ങൾ റിലേ ഒന്ന് അവസാനിക്കുന്നതിന് മുമ്പ് മറ്റേതാണ്. അപ്പോൾ വെണ്ടയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ ഉടനെ വെണ്ടയുടെ തെക്ക് കിഴക്ക് വശത്തായിട്ടൊരു ഹോളുണ്ടാക്കി അതിൽ 2-3 മണി പയർ വിത്തിടുന്നു. പയർ വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെണ്ടയുടെ തെക്ക് കിഴക്ക് വശത്തായിട്ട് പയർ വിത്തിടണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് വശത്തായിട്ട് ഇടുന്നത് സൂര്യൻ ഉദിക്കുന്നത് തെക്ക് കിഴക്ക് മാറിയാണ്.
രണ്ട് വടക്ക് കിഴക്ക് വശത്ത് മാറിയല്ല സൂര്യ ഉദിക്കുന്നത് തെക്ക്. അപ്പോൾ മാക്സിമം സൂര്യപ്രകാശം വേഗം പയറിന് ലഭിക്കാൻ വേണ്ടിയാണ്. 4 ദിവസം പയർ മുളയ്ക്കാൻ തുടങ്ങും. പയർ മുളയ്ക്കാൻ തുടങ്ങിയാൽ ഉടനെ പയറിൻ്റെ മുകൾ വശത്തുള്ള 3-4 ഇലകൾ വെണ്ടയുടെ കട്ട് ചെയ്ത് കളയണം. വെണ്ടയുടെ 3-4 ഇലകൾ കട്ട് ചെയ്ത് കളയണം. അതും സൂര്യപ്രകാശം എത്തിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ സമയങ്ങളിൽ ആദ്യത്തെ 10-15 ദിവസം പയർ വളരെ സ്ലോലി വളരുള്ളൂ. വെണ്ടയുടെ വിളവെടുപ്പ് ഒരു 30-35 ദിവസം പിന്നിടുമ്പോഴേക്കും കുറച്ച് ഇല കൊഴിയും വെണ്ടയുടെ. അഥവാ കൊഴിഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ഇലകൾ നമ്മൾ മുറിച്ച് കളയണം. അത് ഈ പയറിന് വലുതാവാനുള്ള സൂര്യപ്രകാശം ഒരുക്കാൻ വേണ്ടി. ഈ വെണ്ടയുടെ വിളവെടുപ്പ് 75-80 ദിവസം ആകുമ്പോൾ പിന്നിടുമ്പോഴേക്കും ഈ പയർ ചുറ്റി വെണ്ടയുടെ ടോപ്പ് വരെ, അതായത് വെണ്ടയുടെ 7 അടി 8 അടി ഹൈറ്റ് വരെ വെണ്ടയ്ക്ക് ഹൈറ്റ് വരും. അതിൻ്റെ മുകളിലെത്തി പുഷ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇത് പുഷ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് വെണ്ടയുടെ വിളവെടുപ്പ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് വേണം വെച്ചാൽ 3-3.5 അടി ഹൈറ്റിൽ 3 വെണ്ടകളെ പരസ്പരം കൂട്ടിക്കെട്ടാം. 3-3 അടിയിൽ പരസ്പരം കൂട്ടിക്കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തെ ഒടിച്ച് താഴോട്ടിടാം. അതെന്തിനാ താഴെ ഒടിച്ചിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്മേൽ വെയിറ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒടിയുകയും ഈ പയറിൻ്റെ വള്ളികൾ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 3-3.5 അടിയിൽ ഹൈറ്റിൽ വെണ്ടയ്ക്ക് മതി 3 വെണ്ടകൾ കൂട്ടിക്കെട്ടി അവിടെ വിട്ടേക്കുക. അധികം വൈകാതെ 5-10 ദിവസത്തിനുള്ളിൽ പയർ പുഷ്പിച്ച് നമുക്ക് പയർ വിളവ് തരാൻ തുടങ്ങും. ഇങ്ങനെ കുത്തിയ ഈ പയർ ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തിലാണ് മാക്സിമം വിളവ് കിട്ടുന്നത്. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്, ഓണം. കേരളത്തിൽ പച്ചക്കറിക്ക് പയറിനാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ വില. കഴിഞ്ഞ 3 വർഷത്തെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ മൂവാണ്ടുംകൊല്ലം 1 കിലോ പയറിന് VAPCKയിൽ 70 രൂപയായിട്ടും കഴിഞ്ഞ വർഷം 75 രൂപയായിട്ടും ഈ വർഷം 85 മുതൽ 96 രൂപയായിട്ട് ഞങ്ങൾ പയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരും ഈ വർഷം പയർ പഠിച്ചെടുക്കുക ആർക്കും നല്ല 100 രൂപ താഴെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് മുകളിലാണ് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയവും പയറിന് നല്ല വില കിട്ടുന്ന സമയമാണ്. ഒക്ടോബർ മാസം ആദ്യം ആകുമ്പോഴേക്കും പയർ അവസാനിക്കാം. അപ്പോൾ പയർ അവസാനിച്ചാലും ഉടനെ നമ്മൾ പയറിൻ്റെ അടി വെറുതെ കട്ട് ചെയ്ത് വെച്ചേക്കാം. അവിടെ നിന്ന് വലിച്ചു പറിച്ചൊന്നും കൊണ്ടുപോകരുത്, അവിടെ നിന്ന് നിൽക്കണം. ബാക്കി അടുത്ത വിള എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പിന്നെ പടരുന്ന കൃഷികളാവാം. നമുക്ക് പടരുന്ന കൃഷികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ മാസത്തേക്ക് കടന്നാൽ പിന്നെ മഴയുടെ അധികം കുറഞ്ഞില്ലേ. അപ്പോൾ പടരുന്ന കൃഷികളാവാം. അപ്പോൾ അതിന് നമ്മൾ കുമ്പളം കൃഷി ചെയ്യാം. കുമ്പളം 15 ദിവസം പഴക്കമായ സീഡ്ലിങ്സ്, അതായത് തൈകൾ നമ്മൾ വെണ്ട കുത്തിയതിൻ്റെ തെക്ക് വശത്ത് 1 മീറ്റർ അകലത്തിൽ ഒരു ഹോളുണ്ടാക്കി അതിലൊരു ചെടി വീതം നടാം. കുമ്പളം ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും നട്ട് 15 ദിവസം കഴിയുമ്പോഴേക്കും പടരാൻ തുടങ്ങും. ഈ പടരുന്നതിന് മുമ്പായി നമ്മൾ 2 വരികൾ ഉണ്ടാക്കുമ്പോൾ ഒരു തോട് ഫ്രീ ഉണ്ട് അവിടെ. അത് വാഴ വയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ തോടുണ്ടാക്കണം, അല്ലെങ്കിൽ കുഴി ഉണ്ടാക്കണം. അപ്പോൾ ഈ തോടിന് നമുക്ക് വാഴയ്ക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ലേബറുടെ ആവശ്യമില്ല. 2 മീറ്റർ അകലത്തിൽ ഒരു മാങ്ങുകുഴി കുഴിച്ച് അതിലൊരു വാഴക്കന്ന് വീതം വയ്ക്കാം. കുമ്പളം പടരാൻ തുടങ്ങുന്നതിന് മുമ്പായി പഴയ വെണ്ടയും പയറും നിൽക്കുന്നുണ്ടല്ലോ, അതിനെ തെക്ക് നിന്ന് വടക്കോട്ട് മറയ്ക്കാം. വടക്കോട്ട് മറച്ചാൽ കുമ്പളത്തിന് പടരുവാനുള്ള ഞൊരി, പണ്ട് കാരണന്മാർ പറയും കുമ്പളം പടരാൻ ഞൊരി ഇട്ട് കൊടുക്കാമെന്ന് പറയും, ഓല തണങ്ങും പട്ട അതൊക്കെ. അതിന് പകരമായി നമുക്ക് ഈ വെണ്ടയുടെയും പയറിൻ്റെയും അവശിഷ്ടങ്ങളെ ഞൊരിയായിട്ട് ഉപയോഗിക്കാം. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കുമ്പളം പടർന്ന് അവൻ പന്തലിച്ചോളും. വാഴ ഒരു 35-38 ദിവസം കഴിയുമ്പോഴേക്കും മുളയ്ക്കും. നമ്മുടെ കുമ്പളത്തിൻ്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കും. എന്ന് കുമ്പളത്തിൻ്റെ വിളവെടുപ്പ് അവസാനിച്ചോ അന്ന് എല്ലാ അവശിഷ്ടങ്ങളും, അത് വെണ്ടയുടെയും പയറിൻ്റെയും കുമ്പളത്തിൻ്റെയും എല്ലാം തോട്ടിലോട്ട് വാഴയുടെ കടക്കിലേക്ക് ഇട്ട് ജൈവവളം ചേർത്ത് മണ്ണിടാം. മണ്ണിട്ട് കഴിഞ്ഞാൽ ഉടനെ 2 വാഴകളുടെ നടുവിൽ ഒരു ഇടവിള കൃഷി ചെയ്യാം. അത് ചേനയാവാം, ചേമ്പാവാം, വഴുതനയാവാം, ഏതാ നമ്മൾക്ക് ഇഷ്ടം അനുയോജ്യം തോന്നുന്നത് അത് കൃഷി ചെയ്യാം. നവംബറിൽ വയ്ക്കുന്നതായ വാഴ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിളവെടുക്കാം. ഓഗസ്റ്റ് മാസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഓണത്തിൻ്റെ മുൻ സമയം വറവുകാർ കായ വറക്കാൻ തുടങ്ങുന്ന സമയം, അപ്പോഴും കായ്ക്ക് വില കിട്ടും. വാഴയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ വാഴയുടെ എല്ലാ അവശിഷ്ടങ്ങളും മണ്ണിലിട്ട് റൊട്ടവേറ്റർ ഉപയോഗിച്ച് മണ്ണിനെ പാകപ്പെടുത്താം. ഇപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കൃഷികൾ, ഓരോ ഇനങ്ങൾ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ ഗുണം കുറയ്ക്കുന്നുണ്ടോ? നമ്മൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായി വരും? അതായത് നമ്മൾ ഇടയ്ക്ക് മണ്ണ് ടെസ്റ്റ് നടത്താം. മണ്ണ് ടെസ്റ്റ് നടത്തുന്നതിന് നമ്മൾ ലാബിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ് pH മീറ്റർ.
മണ്ണിൻ്റെ pH നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ കൃഷിക്ക് ധനസഹായം. നീർത്തട വികസനത്തിൽ ഡിപ്ലോമ കോഴ്സ്. മഴക്കാലത്ത് കന്നുകാലികളുടെ കുരലടപ്പൻ രോഗത്തിനെതിരെ ജാഗ്രത. മീറ്റ് കം ബോൺ മീൽ ജൈവവളം വിൽപ്പനയ്ക്ക്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തീറ്റപ്പുൽ വികസന പദ്ധതിയിലൂടെ ഏക്കറിന് 7,500 രൂപ ധനസഹായം നൽകുന്നു. ഒരേക്കർ സ്ഥലം പുൽകൃഷിക്കായി വിനിയോഗിക്കുന്നതിന് ഏകദേശം 25,000 രൂപ ചെലവ് വരും. പുൽവിത്ത്, വളം, ജലസേചന സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള തുകയുടെ 50% സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് നൽകുന്നത്. ഇത് 7,500 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൈതച്ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. മെയ് 8, 9 തീയതികളിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 0472 2882086 എന്ന നമ്പറിലോ 9387882728 എന്ന നമ്പറിലോ വിളിക്കുക. സംസ്ഥാന മണ്ണ് പരിവേഷണ വകുപ്പിൻ്റെ ചടയമംഗലത്തെ നീർമറി പരിപാലന പരിശീലന കേന്ദ്രത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൽ 1 വർഷത്തെ വിദൂര ഡിപ്ലോമ കോഴ്സ്. ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയുടെയും കേന്ദ്ര ഭൂവിഭവ വകുപ്പിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അടിസ്ഥാന യോഗ്യത. കോഴ്സ് ഫീസ് 1000 രൂപയാണ്. ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർ, ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്നവർ എന്നിവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ 50% വരെ ഫീസിളവ് ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 20. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2475051. മറ്റൊരു നമ്പർ 9037831443. ജൂൺ മാസത്തിൽ നടുന്നതിനുള്ള റബ്ബർ കപ്പ് തൈകൾ റബ്ബർ ബോർഡിൻ്റെ മഞ്ചേരിയിലുള്ള നഴ്സറിയിൽ തയ്യാറായി. RRII 105, 430, 414, 417, 422 എന്നീ ഇനങ്ങളിലുള്ള കപ്പ് തൈകളാണ് ലഭ്യമാകുന്നത്. തൈ ഒന്നിന് 68 രൂപയാണ് വില. കപ്പ് നഴ്സറിയിൽ തിരികെ ഏൽപ്പിച്ചാൽ കപ്പൊന്നിന് 8 രൂപ നൽകി തിരികെ നൽകും. വിശദ വിവരങ്ങൾക്ക് 04931220 290 എന്ന നമ്പറിൽ വിളിക്കുക.
മഴക്കാലത്തിന് മുൻപായി കന്നുകാലികളുടെ കുരളപ്പൻ രോഗത്തിനെതിരായി കുത്തിവയ്പ്പിക്കേണ്ടതാണ്. മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തഴച്ചു വളരുന്ന പച്ചപ്പുല്ല് കന്നുകാലികൾ ആർത്തിയോടെ തിന്നുമ്പോൾ വായിലുണ്ടാകുന്ന ചെറിയ പോറലുകൾ മൂലമാണ് രോഗമുണ്ടാകുന്നത്. മുറിവുകളിലൂടെ പാസ്ചറില്ല അണുജീവികൾ ശരീരത്തിനുള്ളിൽ കടക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. കായംകുളത്തെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ജൈവ കീട നിയന്ത്രണ ഉപാധികൾ ലഭ്യമാണ്. വൈറസ് ബാധയേറ്റ ചെല്ലി, മെറ്റാറൈസിയം, ഫെറമോൺ കെണി, കായീച്ചക്കെണി, തെങ്ങോലപ്പുഴു, പരാത പ്രാണികൾ എന്നീ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ കായംകുളം തോട്ടവിള ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടുക. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സർവകലാശാലയുടെ മണ്ണുത്തി മീറ്റ് ടെക്നോളജി യൂണിറ്റിൽ മീറ്റ് കം ബോൺ മീൽ ലഭ്യമാണ്. ചെടികൾക്കും പച്ചക്കറികൾക്കും മറ്റ് വിളകൾക്കും ഉത്തമ ജൈവവളമാണ് ഇത്. മാംസോൽപാദനത്തിൽ ബാക്കി വരുന്ന ഇറച്ചിയും മറ്റ് മൃഗഭാഗങ്ങളും എല്ലും ഉപയോഗിച്ചാണ് അണുവിമുക്തമാക്കി സംസ്കരിച്ചെടുക്കുന്ന ജൈവവളമാണ് മീറ്റ് കം ബോൺ മീൽ. വിശദ വിവരങ്ങൾക്ക് 0487 2 37 09 56 എന്ന നമ്പറിലോ 9447 61 73 88 എന്ന നമ്പറിലോ വിളിക്കുക. വെറ്റിനറി സർവകലാശാലയിൽ നിന്നും ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ എന്നിവ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മെയ് 8, 9 തീയതികളിൽ വയനാട് പൂക്കോട് ക്യാമ്പസിലാണ് ജോബ് ഫെയർ. വിശദ വിവരങ്ങൾക്ക് 9447 39 12 83 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,200 രൂപ, കോഴിക്കോട് 16,000 രൂപ, തൃശ്ശൂരിൽ 15,200 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,700 രൂപ, കോഴിക്കോട് 10,500 രൂപ, തൃശ്ശൂരിൽ 10,910 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 35,000 രൂപ, ബെസ്റ്റ് 36,500 രൂപ. മഞ്ഞൾ സേലത്ത് 7,600 രൂപ, ഈറോഡിൽ 8,000 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,500 രൂപ, 4 ഗ്രേഡ് 13,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,500 രൂപ, 4 ഗ്രേഡ് 13,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 15,200 രൂപ, മെയ് അവധി 14,170 രൂപ, ജൂൺ അവധി 13,010 രൂപ, ജൂലൈ അവധി 12,400 രൂപ. കൊപ്ര 10,500 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 35,000 രൂപ, ബെസ്റ്റ് 36,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 325-നും 350-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 550-നും 630-നും മധ്യേ. ജാതിപത്രി 850-നും 900-നും മധ്യേ. ഗ്രാമ്പു 950-നും 1,115-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,500 രൂപ, 4 ഗ്രേഡ് 13,900 രൂപ. ഒട്ടുപാൽ 9,900 രൂപ, ലാറ്റക്സ് 10,800 രൂപ. കമ്പോള അവലോകനം. ലോകവിപണിയിൽ റബ്ബറിന് നേരിട്ട തിരിച്ചടി നമ്മുടെ കർഷകരെയും സമ്മർദ്ദത്തിലാക്കി. തായ്ലൻഡ് അവരുടെ കരുതൽ ശേഖരത്തിലെ റബ്ബർ വിൽപ്പന നടത്തുമെന്ന വെളിപ്പെടുത്തൽ റബ്ബർ കർഷകരെ ഞെട്ടിച്ചു. കൊച്ചി, കോട്ടയം വിപണികളിൽ നിരക്കിടിഞ്ഞെങ്കിലും ഉൽപ്പാദകർ ഷീറ്റ് ഇറക്കിയില്ല. 4 ഗ്രേഡ് കിലോ 138-ലും 5 ഗ്രേഡ് കിലോ 135-ലുമാണ് രേഖപ്പെടുത്തിയത്. ലാറ്റക്സ് വില 108 രൂപയാണ്. സർവകാല റെക്കോർഡ് വിലയിലാണ് കുരുമുളക് വ്യാപാരത്തിന് തുടക്കം കുറിച്ചത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഡൽഹി വിപണികളിൽ നിന്നും കുരുമുളകിന് ആവശ്യക്കാരുണ്ടെങ്കിലും സ്റ്റോക്കിസ്റ്റുകൾ രംഗത്തുനിന്ന് വിട്ടുനിന്നു. കനത്ത മഴ മൂലം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് തടസ്സപ്പെട്ടു. തേങ്ങയുടെ ലഭ്യത ചുരുങ്ങുമെന്ന കണക്ക് മില്ലുകാർ കൊപ്ര വില ഉയർത്തി. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണിയിൽ വെളിച്ചെണ്ണ വില മുന്നേറി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില
26.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 25.2. കൊച്ചി 35, 24.8. ആലപ്പുഴ 32.2, 24.5. പുനലൂർ 31.5, 23. തിരുവനന്തപുരം കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്.